ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ മാസം 27-ാം തീയതി, തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 27-ാമത്തെ ദിവസം. ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസവും കൂടിയാണ്. ഇന്ന് നിത്യസഹായ മാതാവിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കാണാം. ആദ്യമേ തന്നെ ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണല്ലോ പരിശുദ്ധ അമ്മയുടെ ചിത്രം ആദ്യമായി വരയ്ക്കുന്നത്. അങ്ങനെയാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ അനുവാദത്തോടെ 3 ഐക്കണുകൾ വരച്ചു. 1 വഴികാട്ടിയായ മാതാവ്, 2 വാത്സല്യ മാതാവ്, 3 പ്രാർത്ഥനയിൽ മുഴുകിയ മാതാവ്. ഈ വരച്ച ചിത്രങ്ങളെക്കുറിച്ചൊക്കെ സാക്ഷ്യം നൽകുന്നത് 6-ാം നൂറ്റാണ്ടിലെ ബൈസൻ്റെയിൻ ചരിത്രകാരനായ തിയോഡോറാണ്. വിശുദ്ധ ലൂക്ക വരച്ച മാതാവിൻ്റെ ഈ ഐക്കണുകൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തെയോഫിലിസിന് നൽകി. മതമർദ്ദന കാലം കഴിഞ്ഞപ്പോൾ ഈ ഐക്കൺ ജെറൂസലേമിലെ ഒരു ദേവാലയത്തിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പോളിൽ എത്തിച്ചത് എവുദോക്സിയ രാജ്ഞിയാണ്. എവുദോക്സിയ രാജ്ഞി ഈ രൂപം തൻ്റെ സഹോദരിയായ പുൾക്കേറിയ രാജ്ഞിക്ക് AD 450 കൊടുത്തു. അങ്ങനെ ഈ ഐക്കൺ വിശുദ്ധ ഗ്രിഗറി 1-ാമൻ പാപ്പ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ സ്ഥാപിച്ചു. ആദ്യ നൂറ്റാണ്ടുകളിൽ പലസ്തീനായാലും പ്രാന്തപ്രദേശങ്ങളിലും പ്രചാരം നേടിയ ഐക്കണായിരുന്നു വഴികാട്ടിയായ മാതാവിൻ്റെ ഐക്കൺ. ധാരാളം അന്ധന്മാർക്ക് പ്രാർത്ഥന മൂലം കാഴ്ച ലഭിച്ചതുകൊണ്ടാണോ രാജാക്കന്മാർ തങ്ങളുടെ സൈന്യങ്ങളുമൊത്ത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഐക്കണ് മുമ്പിൽ പ്രാർത്ഥന നടത്തി അവർക്ക് യുദ്ധത്തിൽ വഴികാട്ടിയായതിനാലോ ആണ് വഴികാട്ടിയായ മാതാവ് എന്ന് വിളിക്കുന്നത്. ഈ വഴികാട്ടിയായ മാതാവിൻ്റെ ഐക്കണും വാത്സല്യ മാതാവിൻ്റെ ഐക്കണും തമ്മിൽ സാമ്യമുണ്ടായിരുന്നു. വാത്സല്യ മാതാവിൻ്റെ ഐക്കൺ അമ്മയും മകനും പരസ്പരം വാത്സല്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ്. ഉണ്ണിയേശു അമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുന്നതും ദയനീയമായ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നതുമൊക്കെ ഈശോയുടെ മനുഷ്യ സ്വഭാവത്തിന് ഊന്നൽ നൽകുന്നതാണ്. കേരളത്തിലുടനീളം വണങ്ങപ്പെടുന്ന നിത്യസഹായ മാതാവിൻ്റെ ഐക്കൺ ഈ വാത്സല്യ മാതാവിൻ്റെ ഐക്കണിൻ്റെ ഇനത്തിൽ പെടുന്നതാണ്. ഈ ചിത്രത്തിൻ്റെ ഒറിജിനൽ റോമിലെ വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരിയുടെ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ നിരതയായ മാതാവിൻ്റെയാണ് അടുത്ത ഐക്കൺ. ഇങ്ങനെ വിശുദ്ധ ലൂക്കാ സുവിശേഷകനാൽ വരച്ച വാത്സല്യ മാതാവിൻ്റെ ഐക്കണിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. കേരളത്തിലെ മിക്ക മരിയൻ പള്ളികളിലും ആഴ്ചതോറും നടത്തുന്ന ഒരു മരിയൻ നൊവേനയാണ് നിത്യസഹായ മാതാവിനോടുള്ള നൊവേന. മാതാവിൻ്റെ സ്തുതിക്കായി നടത്തപ്പെടുന്ന നൊവേന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രാചീനമായതാണ് ഇത്. നിത്യസഹായ മാതാവിൻ്റെ ചിത്രവും മാതൃഭക്തിയും ഒക്കെ ആരംഭിച്ചത് പൗരസ്ത്യദേശമായ ക്രീറ്റിൽ നിന്നാണ്. റോമിലെ വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിലെ പ്രധാന അൾത്താരയ്ക്ക് മുകളിലായി ഈ ചിത്രം പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഒരു പിഞ്ചു ബാലികയെ അറിയിച്ചതിനെ തുടർന്ന് ഇത് ആ ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയുടെ മുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. 3 നൂറ്റാണ്ട് കാലത്തോളം അമ്മയുടെ ചിത്രം അവിടെ വണങ്ങപ്പെടുകയുണ്ടായി. അന്ന് വിശുദ്ധ മത്തായിയുടെ ദേവാലയത്തിൻ്റെ മേൽനോട്ടം അഗസ്റ്റീനിയൻ സന്യാസ വൈദികർക്കായിരുന്നു. റോമിൽ ഈ ചിത്രം നിത്യസഹായ മാതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചിത്രമാണ് നമ്മൾ കേരളത്തിലുടനീളം കാണുന്ന നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. പിന്നീട് ഫ്രഞ്ച് പട്ടാളം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ദേവാലയം നാമാവശേഷമാക്കിയപ്പോൾ ഈ ചിത്രം
അഗസ്റ്റിനിയൻ വൈദികരുടെ സാന്താ മരിയ ഇൻ പൊസ്തരുലായിലെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ കുറേ നാൾ അജ്ഞാതമായി സ്ഥിതി ചെയ്തു. പിന്നീട് റിഡംതൊറിസ്റ്റ് വൈദികർ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ നശിപ്പിക്കപ്പെട്ട ദേവാലയ സ്ഥാനത്ത് പുതിയ ദേവാലയം പണി കഴിപ്പിച്ചപ്പോൾ പിയൂസ് 9 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം ചിത്രം പൂർവ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വണങ്ങുവാൻ തുടങ്ങി. നിത്യസഹായ മാതാവ് ലോകമെമ്പാടും അറിയപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കുവിൻ എന്നാണ് 9 പിയൂസ് മാർപ്പാപ്പ റിഡംതൊറിസ്റ്റ് വൈദികരെ ചിത്രത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. നിത്യസഹായ മാതാവിൻ്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന പ്രധാന ഭക്ത അനുഷ്ഠാനം നിത്യസഹായ മാതാവിൻ്റെ നവനാൾ പ്രാർത്ഥനയാണ്. ഓരോ ആഴ്ചയിലും ഒരു ദിവസം നവനാൾ പ്രാർത്ഥന നടത്തുന്നത് കൊണ്ടും ഈ നവനാളിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊരാഴ്ചയിലും യഥേഷ്ടം അത് ആരംഭിക്കാവുന്നത് കൊണ്ടുമാണ് ഇതിന് നിത്യനവനാൾ എന്ന പേര് ലഭിച്ചത്. നമ്മുടെ അമ്മയോടുള്ള പൊതുവണക്കത്തിൽ ഏറ്റവും ജനപ്രീതി നേടിയ പ്രാർത്ഥനയും ഈ നിത്യനവനാൾ ജപം തന്നെയാണ്. ഭാരതത്തിൽ നിത്യസഹായ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം 1924 എറണാകുളം അതിരൂപതയിൽപ്പെട്ട ചാത്തമ്മയിൽ പണിയപ്പെട്ടു. ഭാരതത്തിൽ ഈ ശുശ്രൂഷ ആദ്യമായി ആരംഭിച്ചത് 1948 മുംബൈയിലെ മാഹിമിലെ വിശുദ്ധ മൈക്കിളിൻ്റെ ദേവാലയത്തിലാണ്. നമുക്കറിയാം, എല്ലാ പള്ളികളിലും കുർബാന കഴിഞ്ഞാൽ ശനിയാഴ്ച അതല്ലെങ്കിൽ കുർബാനയ്ക്ക് മുമ്പോ ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലാറുണ്ട്. ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ നാമത്തിൽ അനേകം പള്ളികളുണ്ട് കേരളത്തിൽ. നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ സ്ഥാപിച്ചത് ജൂൺ 27 9 പിയൂസ് മാർപ്പാപ്പയാണ്. പ്രിയ കൂട്ടുകാരെ, നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് അത് നടന്നു കിട്ടിയവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിത്യവും സഹായിക്കുന്ന അമ്മയാണ് നിത്യസഹായ മാതാവ് എന്ന് ഞാൻ പറയും. നമുക്ക് ഇന്ന് നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും പിതാപുത്ര പവിത്രാത്മനെ കണ്ട് ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ജൂൺ 27 ജപം നമുക്ക് ചൊല്ലാം. ജപം. കൃപ നിറഞ്ഞ ഈശോയെ, സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത, സർവ നന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇരിപ്പിടമേ, കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക സങ്കേതമേ, പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ, സകല ജനങ്ങളുടെയും പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുന്നു. ഹായ് എൻ്റെ കർത്താവേ, ഇന്നാൾ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയി എന്നത് വാസ്തവം തന്നെ. കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, ഇനിമേലിൽ എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. ഈശോമിശിഹായുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം. ഇന്നത്തെ സുകൃത ജപം.
എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തരളണമേ. ഇന്നത്തെ സൽക്രിയ: ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള മാതാവ്, ഈശോയെ എല്ലാ തരത്തിലും ആശ്വസിപ്പിക്കുവാനും കൂടെ നടക്കുവാനും ഉണ്ടായ ഒരേ ഒരു വ്യക്തി, കുഞ്ഞുനാൾ മുതൽ ഈശോയുടെ കൊഞ്ചിക്കുഴലുകളെല്ലാം കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹം ലഭിച്ച ഒരമ്മ, നമ്മെ നിത്യവും സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മറക്കണ്ട. എവിടെയും ഓടി നടക്കണ്ട. നമ്മുടെ ഇടവകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഓടി അണയുക. അത് കഴിഞ്ഞാൽ അവിടെ ഒരു മാതാവ് നിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുക. അവൾ നിത്യം നമ്മെ സഹായിക്കാൻ പിതാവിൽ നിന്നും വരം ലഭിച്ചവളാണ് എന്നും ഓർക്കുക. നമുക്ക് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആത്മീയമായി ആഘോഷിക്കാം. പരിശുദ്ധ അമ്മ നിത്യവും നമ്മെ സഹായിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും സംയുക്ത ഹൃദയങ്ങളാണ് എന്നോർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.